പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശു കർത്താവ് നമുക്ക് ഇന്നും ജീവിക്കുന്നു. ആയതിനാൽ ഒന്നും സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ യാചിക്കാം. നിശ്ചയമായി കർത്താവ് നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും ചിന്തയ്ക്കാധാരമായി മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 21-22 വചനങ്ങൾ വായിക്കുക. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുത്തരം പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നാം ഓരോരുത്തരും പ്രാർത്ഥനകളുടെ മറുപടി ലഭിച്ച സാക്ഷ്യങ്ങൾ ഉള്ളവരാണ്. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്നും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യത്തിലും കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എന്നാൽ ഇവിടെ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ. പലപ്പോഴും നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, അവസ്ഥകൾ ഒട്ടും തന്നെ സാധ്യതയില്ലാത്തതായി നമുക്ക് തോന്നുമ്പോൾ, ഒരു മുന്നോട്ട് യാതൊരു ആഗമനവും കാണാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ ഉളവാകാറുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ചില സംശയങ്ങൾ, പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ. ഈ നാളുകളിൽ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്, നാം ആരാധിക്കുന്നത്. യഥാർത്ഥമായി ആ യേശു കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ച് ആ യേശു കർത്താവിനായി ജീവിതം സമർപ്പിച്ച് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ആ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും എന്ന ഉറപ്പോടെ, വിശ്വാസത്തോടെ, ഒന്നും സംശയിക്കാതെ വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ ആമേൻ സ്തോത്രം അധികമായി വർദ്ധിച്ചു വരാം. അങ്ങനെ യേശു പറയുന്നു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. എന്താണ് യേശു കർത്താവ് ചെയ്തത്? യേശു കർത്താവ് വിശന്നിട്ട് ഒരു അത്തിയുടെ അടുക്കൽ വന്നു. എന്നാൽ അതിലൊന്നും ഫലമൊന്നും കണ്ടില്ല. അങ്ങനെ യേശു അതിനെ ശാസിച്ചു. ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്നതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. അപ്പോൾ യേശു പറഞ്ഞു, ഇത് നിങ്ങളും ചെയ്യും. വീണ്ടും പറയുന്നു, എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. ഒരു അത്തിവൃക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനത്ര സ്ട്രെങ്ത് ഉണ്ട്. അത് ഇന്നല്ല നാളെ ആയിരുന്നാൽ എപ്പോഴായാലും അത് ഉണങ്ങിപ്പോകും. എന്നാൽ ഒരു മല എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ്? ഒരു സാധ്യതയുമില്ല, ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് നമ്മുടെ മുൻപിൽ തോന്നുന്ന വിഷയങ്ങളായിരുന്നാലും, അതുപോലെ മറ്റ് സാഹചര്യങ്ങളായിരുന്നാലും, എന്ത് തന്നെയായിരുന്നാലും, എത്ര പ്രയാസമുള്ള കാര്യമായിരുന്നാലും, നാം സംശയിക്കാതെ വിശ്വാസമുള്ളവരായി നാം പ്രാർത്ഥനയിൽ യാചിക്കുകയും വിശ്വാസത്തോടെ കൽപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ യേശു കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അധികാരത്താൽ യേശു പറഞ്ഞു, നിങ്ങൾ ചെയ്യും. ആമേൻ സ്തോത്രം, ഇതിൽ വലിയതും ചെയ്യും. അതെ, ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മുടെ മുൻപിൽ ഇന്ന് ഭാരമായി തോന്നുന്ന, വളരെ പ്രതിസന്ധിയിൽ നാം അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളായിരുന്നാലും ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്നും തന്നെ സംശയിക്കാതെ അത് നടന്നു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ
നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. തളർന്നു പോകരുത്, മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ചിലപ്പോൾ നാളുകളായി, മാസങ്ങളായി, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം. എന്നാൽ ഈ വചനപ്രകാരം നമുക്ക് വീണ്ടും ഒന്നുണർന്ന് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുക്കാം. നിശ്ചയമായി ആ കർത്താവിൻ്റെ വാക്ക് നമുക്ക് ഓർക്കാം. നിങ്ങൾ ഇതും ചെയ്യും, മാത്രമല്ല നിങ്ങൾ ഇത് വലിയതും ചെയ്യും. അതെ, അത്തിവൃക്ഷത്തിൻ്റെ കാര്യമായിരുന്നാലും വലിയ മലയായിരുന്നാലും മുൻപിൽ കടലായിരുന്നാലും എന്ത് തന്നെ പ്രതിസന്ധി എന്നാലും അതിൽ നിന്നൊക്കെ വിടുവിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് വീണ്ടും ജീവിതയാത്രയിൽ മുന്നേറാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ വചനപ്രകാരം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ ആവശ്യമായ നന്മകൾക്ക് വേണ്ടി മാത്രമല്ല നാം യേശു കർത്താവിനെ വിശ്വസിക്കേണ്ടത്, നാം സംശയിക്കാതെ പ്രാർത്ഥിക്കേണ്ടത്. ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്, എന്നാൽ നമുക്ക് ആവശ്യവുമാണ്. എന്നാൽ നാം ഇതോടൊപ്പം തന്നെ ഇതിനേക്കാളും ഉപരി ഉയരത്തിലുള്ളത് നാം അധികമായി ചിന്തിക്കണം. ആ സ്വർഗീയ ഭവനത്തിൽ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലം നാം അവകാശമാക്കണമെങ്കിൽ നിത്യനരകം വിട്ടൊഴിഞ്ഞ് ആ നിത്യമായ സ്വസ്ഥതയിലേക്ക്, ആ സമാധാനത്തിലേക്ക്, നിത്യജീവനിലേക്ക് നാം പ്രവേശിക്കണമെങ്കിലും ഈ നാടുകൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഒന്നും സംശയിക്കാതെ ആരെയും നോക്കാതെ ജീവിതം പൂർണ്ണമായി യേശുവിനെ സമർപ്പിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് ആ യേശുവിൻ്റെ പാത പിന്തുടർന്ന് വിശുദ്ധിയോടും വേർപാടോടും ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തുള്ളൂ. ആയതിനാൽ ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടി മാത്രമല്ല, ആ സ്വർഗീയ അനുഭവങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൽ വിശ്വസിക്കാം. ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. നാഥ, അങ്ങയുടെ വാക്ക് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, അങ്ങയുടെ ആലോചന ഞങ്ങൾ കർത്താവെ അനുസരിക്കുന്ന ഈ നാളുകളിൽ ഒന്നും സംശയിക്കാതെ വിശ്വാസമുള്ളവരായി പ്രാർത്ഥനയിൽ കർത്താവെ, അമ്മ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും, അത് എത്ര പ്രയാസമായ കാര്യങ്ങളായിരുന്നാലും, അമ്മൻ വേഗം അമ്മ നടക്കുന്ന കാര്യങ്ങളായിരുന്നാലും, ഏതായിരുന്നാലും വിശ്വാസത്തോടെ അങ്ങയുടെ കരങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഒന്നും സംശയിക്കാതെ നമ്മെ ധൈര്യമുള്ളവരായി മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ വരവിനായി കർത്താവെ, വരവിൻ്റെ പ്രത്യാശയോടെ കാണപ്പെടുവാൻ നിങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ എല്ലാവരെയും ഈ വചനപ്രകാരം അനുഗ്രഹിക്കണം. അവരുടെ പ്രാർത്ഥനാവശ്യങ്ങളുടെ മറുപടികളെ കണ്ട് സന്തോഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ സാക്ഷികളാക്കി തീരുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.